ഹായ് മക്കളെ, എല്ലാവരും സുഖമായും സേഫായി ഇരിക്കുന്നു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ 2 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇതായിരുന്നു ആ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഗ്രാമിംഗ് പാരഡൈം എന്താണെന്ന് വിശദമായി നോക്കി. പലതരത്തിലുള്ള പാരഡൈംസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് പാരഡൈം ഒന്നുകൂടി എന്താണെന്ന് ടീച്ചർ പറയുന്നു. അതോടൊപ്പം ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് പാരഡൈം, അതായത് C++ൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് പാരഡൈത്തിൻ്റെ ടൈപ്സ് എന്താണ്. 2 തരത്തിലുള്ള പ്രോഗ്രാമിംഗ് പാരഡൈം നമ്മൾ C++ൽ യൂസ് ചെയ്യുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പ്രോഗ്രാമിംഗ് പാരഡൈം, അതായത് പ്രോഗ്രാമിംഗ് മാതൃക. വാട്ട് ഈസ് പ്രോഗ്രാമിംഗ് പാരഡൈം? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പ്രോഗ്രാമിംഗ് പാരഡൈം എന്ന് പറയുന്നത് പ്രോഗ്രാമുകൾ എഴുതുന്ന രീതിക്കാണ് നമ്മൾ പ്രോഗ്രാമിംഗ് പാരഡൈം എന്ന് പറയുന്നത്. അതായത് എ പ്രോഗ്രാമിംഗ് പാരഡൈം ഈസ് എ സ്റ്റൈൽ ഓർ വേ ഓഫ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാം എങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് പ്രോഗ്രാമിംഗ് മാതൃക. ഒരു പ്രോഗ്രാം ഏത് രീതിയിൽ എഴുതുന്നു, അതാണ് പ്രോഗ്രാമിംഗ് പാരഡൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് 2 ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് പാരഡൈം. C++ പ്രോഗ്രാമിംഗ് 2 തരത്തിലുള്ള പ്രോഗ്രാമിംഗ് പാരഡൈമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം. സെക്കൻഡ് വൺ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം. അപ്പം there are 2 types of programming paradigm. First one, procedure oriented programming paradigm. Second one, object oriented programming paradigm. 2 തരം മാത്രമല്ല, പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് പാരഡൈം ഉണ്ട്. പക്ഷേ C++ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന 2 പാരഡൈത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം? എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം? പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണ്. അതായത് നമുക്ക് ചെയ്യേണ്ടുന്ന കമ്പ്യൂട്ടേഷണൽ ടാസ്ക് എന്താണോ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്ന ഒരു സ്റ്റൈലാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം. Procedure oriented programming specifies a series of well-structured steps and procedures to compose a program. അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒരു പ്രോഗ്രാം രചിക്കുന്നതിനുള്ള നന്നായി ചിട്ടപ്പെടുത്തിയ ഘട്ടങ്ങളും നടപടിക്രമങ്ങളുമാണ് വ്യക്തമാക്കുന്നത്. അതായത് ആ ഒരു ടാസ്ക് എങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാം, അതിന് വേണ്ടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്, അത് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫങ്ഷനുകൾ എന്തൊക്കെയാണ്, ആ കമ്പ്യൂട്ടേഷണൽ ടാസ്കിനാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത്തരത്തിൽ നമ്മൾ പ്രോഗ്രാമുകൾ എഴുതുന്ന ഒരു സ്റ്റൈലാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം. ഇൻ ദിസ് പാരഡൈം when the program becomes larger and complex, the list of instructions is divided and grouped into functions. അതായത് ഈ മാതൃകയിൽ പ്രോഗ്രാം വലുതാകുമ്പോൾ സങ്കീർണമായ നിർദ്ദേശങ്ങളുടെ പട്ടിക വിഭജിച്ച് ഫംഗ്ഷനുകളായി തിരിക്കുന്നു. അതായത് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് വലിയ പ്രോഗ്രാമുകളും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും ഉണ്ടാകും അല്ലേ? അപ്പോൾ ഈ കോംപ്ലക്സിറ്റി കൂടുമ്പോൾ ആ കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി ആ നിർദ്ദേശങ്ങളുടെ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകളുടെ വിഭജിക്കുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? ഫങ്ഷനുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അതാണ് അവിടുത്തെ പ്രത്യേകത. അതായത് ആ ടാസ്ക് പെർഫോം ചെയ്യാൻ ചെറിയ ചെറിയ സ്മോൾ ഫങ്ഷനുകളാക്കി അതിനെ ഡിവൈഡ് ചെയ്ത് ആ ചെറിയ ഫങ്ഷനുകളെ നമ്മൾ സോൾവ് ചെയ്യുന്നു. അത് സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ വലിയ ഫങ്ഷൻ സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഈ സ്റ്റൈലാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈത്തിൽ ഉപയോഗിക്കുന്നത്.
To further reduce the complexity, the functions associated with a common task are grouped into modules. വീണ്ടും നമുക്ക് കോംപ്ലക്സിറ്റി കുറയ്ക്കണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫംഗ്ഷനുകളെ മൊഡ്യൂളുകളാക്കി മാറ്റുന്നു. അപ്പോൾ ആ മൊഡ്യൂൾ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോമൺ ടാസ്ക്, അതായത് ഒരേ തരത്തിലുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ മൊഡ്യൂളുകളാക്കി മാറ്റുന്നു. സങ്കീർണത വീണ്ടും കുറയ്ക്കുന്നതിനായി പൊതുവായ ക്രിയകളായി ബന്ധപ്പെട്ടിട്ടുള്ള ഫംഗ്ഷനുകൾ മൊഡ്യൂളുകളായി നമ്മൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ പൊതുവായിട്ടുള്ള ക്രിയകളാണ്. അപ്പോൾ ഈ പൊതുവായിട്ടുള്ള ക്രിയകളാകുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിനും അതുപോലെ വേറൊരു പ്രോഗ്രാമുകൾക്കൊക്കെ ഈ മൊഡ്യൂളുകൾ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫംഗ്ഷനുകളുടെയും കോംപ്ലക്സിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ നമ്മൾ ഫംഗ്ഷനുകളാക്കി ആ മെയിൻ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി സബ് ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഇനി ആ സബ് ടാസ്കിന് വീണ്ടും കോംപ്ലക്സിറ്റി കുറയ്ക്കണമെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ടാസ്കുകളെ ഗ്രൂപ്പ് ചെയ്ത് മൊഡ്യൂളുകളാക്കി മാറ്റുന്നു. ഇങ്ങനെ നമ്മൾ അതിൻ്റെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ സങ്കീർണത കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ നമ്മുടെ മെയിൻ പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ ആ മെയിൻ പ്രോഗ്രാമുകളെ നമ്മളിവിടെ 3 ഫംഗ്ഷനുകളാക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കണ്ടോ? ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3 ഫംഗ്ഷനുകളാക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആ ഓരോ ഫംഗ്ഷനും നമ്മൾ സെപ്പറേറ്റ് പ്രോസസ്സ് ചെയ്യുന്നു. അതിനെ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് കോൾ ചെയ്യുന്നു. ഫംഗ്ഷൻ 1 സെപ്പറേറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഫംഗ്ഷൻ 2ഉം സെപ്പറേറ്റ് എഴുതി, ഫംഗ്ഷൻ 3യും സെപ്പറേറ്റ് എഴുതി. അത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് കോൾ ചെയ്തു. അപ്പോൾ അതുവഴി നമ്മുടെ മെയിൻ പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ലെങ്ത് കുറയുകയും അതുപോലെ അതിൻ്റെ കോംപ്ലക്സിറ്റി കുറയുകയും ചെയ്യുന്നു. ഇനി ഈ ഫംഗ്ഷനിലേക്ക് നോക്കൂ. ഈ ഫംഗ്ഷനുകൾ കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടാസ്കുകൾ വീണ്ടും നമ്മൾ ചെറിയ ഫംഗ്ഷനാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നൊരു കോമൺ ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. അങ്ങനെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായ ക്രിയകൾക്കുള്ള ഫംഗ്ഷനുകളെ നമ്മൾ മൊഡ്യൂൾ എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1ൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ അവിടെ ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ 2ൽ നമ്മൾ വേറൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ മൊഡ്യൂൾ ഈ ഫംഗ്ഷനിൽ കോൾ ചെയ്യുന്നു. രണ്ടാമത്തെ മൊഡ്യൂൾ സെക്കൻഡ് ഫംഗ്ഷനിൽ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കുറച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, ഇത്തരത്തിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിളാണ് സി, പാസ്കൽ, ഫോർട്രാൻ, ബേസിക് തുടങ്ങിയവ. ഇവരെല്ലാം പ്രോഗ്രാമിംഗ് പാരഡൈം ഏതാണ് ഉപയോഗിക്കുന്നത്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈമാണ് യൂസ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടേഷണൽ ടാസ്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള രീതിയാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലെല്ലാം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് വഴി കമ്പ്യൂട്ടേഷണൽ ടാസ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വഴി ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. അപ്പോൾ നമ്മളിവിടെ കമ്പ്യൂട്ടേഷണൽ ടാസ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വഴി ഡേറ്റയുടെ പ്രാധാന്യം കുറയുന്നു, ഡേറ്റയുടെ പ്രാധാന്യം കുറച്ചു കാണുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഡേറ്റയുടെ പ്രാധാന്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്? ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യമുള്ള ഫംഗ്ഷനുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ എല്ലാ ഫംഗ്ഷനുകൾക്കും ഡേറ്റ ഉപയോഗിക്കണമെങ്കിൽ ഈ ഡേറ്റ നമ്മൾ ഗ്ലോബലായിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ ഗ്ലോബൽ ഡേറ്റ എല്ലാ ഫംഗ്ഷനുകൾക്കും ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഈ ഡേറ്റയ്ക്ക് ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഇങ്ങനെ ഡേറ്റയ്ക്ക് ചേഞ്ചസ് വരുത്തുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഡേറ്റയുടെ സെക്യൂരിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്, അല്ലേ? ഡേറ്റയുടെ പ്രൊട്ടക്ഷൻ അവിടെ കുറയുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഡേറ്റയ്ക്ക് പ്രൊട്ടക്ഷൻ വേണം. നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം അതറിയാം. നമ്മുടെ ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആധാർ ഡേറ്റ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് വളരെയധികം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ടാസ്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഡേറ്റയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകും, അല്ലേ? ഇതാണ് ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ, ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻ ടു ഓൾ ഓർ മെനി ഫങ്ഷൻസ്. ഇനി പുതിയൊരു ഡേറ്റ എലമെൻറ്റുകൾ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷനുകൾക്കോ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരുന്നു. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ നെയിമും മാർക്കുകളും മാത്രം റീഡ് ചെയ്യുന്ന ഫംഗ്ഷൻ എഴുതി. ഇനി
കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഗ്രേഡും ഏജ് കൂടി റീഡ് ചെയ്യണം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനിൽ നമ്മൾ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമല്ലേ നമുക്ക് ബാക്കി എക്സ്ട്രാ നമ്മൾ പറഞ്ഞ ഡേറ്റയും കൂടി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പം ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഫംഗ്ഷനുകൾക്ക്, അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ നെയിമും മാർക്കും വേറൊരു ഫംഗ്ഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏജും ഗ്രേഡും റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ ആ മറ്റ് ഫംഗ്ഷനുകളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും. ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ഐറ്റം ഈസ് ഡിഫിക്കൽട്ട്. അതായത് പുതിയ ഡേറ്റ ടൈപ്പുകൾ നിർമ്മിക്കുക പ്രയാസകരമാണ്. അതായത് പുതിയ ഡേറ്റ ടൈപ്പ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിൽറ്റിനായിട്ടുള്ള കുറേ ഡേറ്റ ടൈപ്സുകളുണ്ട്. അപ്പോൾ ഇത് കൂടാതെ യൂസറിന് പുതിയതായിട്ട് ഡേറ്റ ടൈപ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിലവിലുണ്ടായിരുന്നവയ്ക്ക് യാതൊരു മാറ്റവും വരാതെ വേണം നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈത്തിൽ പഴയ ഡേറ്റയ്ക്ക് മാറ്റങ്ങൾ വരുത്തി, അതായത് ആ ഡേറ്റ ടൈപ്പുകൾക്ക് ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ എക്സ്റ്റെൻസിബിലിറ്റി, അതായത് നിലവിലുള്ളവയ്ക്ക് മാറ്റം വരുത്താതെ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക, അത് ഇവിടെ നമുക്ക് പ്രായോഗികം അല്ല. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ്സ് പ്യുവർ റിയൽ വേൾഡ് മോഡലിംഗ്. അതായത് യഥാർത്ഥ ജീവിത മാതൃക ഇവിടെ യോജിച്ചതല്ല. അതായത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതേപടി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈത്തിൽ സാധിക്കാറില്ല. ഇത്രയാണ് ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ്. ഈ ഡിസഡ്വാൻറ്റേജ് എന്താണ്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈത്തിൽ ഉപയോഗിക്കുന്ന ഡിസഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ വരുന്ന ഡിസഡ്വാൻറ്റേജുകളാണ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് അടുത്ത പാരഡൈം പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈത്തിൽ ഉണ്ടായിരുന്ന ഡിസഡ്വാൻറ്റേജസ് എല്ലാം നമുക്കിവിടെ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം? ഇതും ആ പേര് പോലെ തന്നെ നമ്മൾക്കറിയാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഒരു ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തും കൊണ്ട് എഴുതുന്ന ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈലാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്ലബിംഗ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദാറ്റ് ഡേറ്റ ഇൻ എ സിംഗിൾ യൂണിറ്റ്. അതായത് ഡേറ്റയെയും ഫങ്ഷനെയും ക്ലബ് ചെയ്യുന്നു. ഡേറ്റയുടെ മേൽ പ്രവർത്തിക്കുന്ന ഓപ്പറേഷനുകളും ആ ഡേറ്റയും ഒരു സിംഗിൾ യൂണിറ്റാക്കി മാറ്റുന്നു. ഇൻ ഊപ്പ് സച്ച് എ യൂണിറ്റ് ഈസ് കാൾഡ് ഒബ്ജക്റ്റ്. അത്തരത്തിലുള്ള യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റയും ഫങ്ഷനും ചേരുന്ന ഒരു സിംഗിൾ യൂണിറ്റാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഈസ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. എക്സാമ്പിൾ സ്റ്റുഡൻറ്റ്, ടീച്ചർ, ചെയർ, കാർ, പെൻ, മൊബൈൽ, ലാപ്ടോപ്പ്, ഇതൊക്കെ റിയൽ വേൾഡ് എൻറ്റിറ്റികളല്ലേ. ഇതിനെയൊക്കെയാണ് നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മാതൃകയിൽ ഡേറ്റയെയും അവയുടെ മേൽ പ്രവർത്തിക്കുന്ന ഫംഗ്ഷനുകളും കൂട്ടിച്ചേർത്ത് ഒറ്റ ഘടകമാക്കി മാറ്റുന്നു. ഈ ഘടകത്തെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. ഇത്രയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റയും ഫംഗ്ഷനും ചേരുന്ന ഒരു സിംഗിൾ യൂണിറ്റാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. എക്സാമ്പിൾ സ്റ്റുഡൻറ്റ്, ടീച്ചർ, ചെയർ, കാർ, പെൻ, മൊബൈൽ, ലാപ്ടോപ്പ്, ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. അടുത്തൊരു എക്സാമ്പിളോട് ഞാൻ കാണിച്ചു തരാം. ഒരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റും ടീച്ചർ ഒബ്ജക്റ്റും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ്, നെക്സ്റ്റ് ഒരു ടീച്ചർ ഒബ്ജക്റ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിൽ എന്തൊക്കെയുണ്ട്? ഇതാണ് ആ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ്. ആ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിൽ എന്തൊക്കെയുണ്ട്? ഡേറ്റയുണ്ട്, അതിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട്. ഡേറ്റ എന്ന് പറയുമ്പോൾ രജിസ്റ്റർ നമ്പർ, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ഫീ, നെയിം, ഇതാണ് അതിൻ്റെ ഡേറ്റ. അതോടൊപ്പം ഈ ഡേറ്റയുടെ മേൽ പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ, ഗെറ്റ് ഡേറ്റ് സ്റ്റുഡൻറ്റ്, ഷോ സ്റ്റുഡൻറ്റ്, അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് തുടങ്ങിയ ഫംഗ്ഷനുകളും ഈ ഒബ്ജക്റ്റിൽ ഉണ്ട്. അതുപോലെ ടീച്ചർ ഒബ്ജക്റ്റ് എടുത്താലും ടീച്ചർ ഐ ഡി, നെയിം, സബ്ജക്റ്റ്, അത് ടീച്ചർ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ. ആ ഡേറ്റയ്ക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഫംഗ്ഷനുകൾ, ഗെറ്റ് ടീച്ചർ, ഷോസ് ടീച്ചർ എന്ന് പറയുന്ന 2 ഫംഗ്ഷനുകളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആ ഡേറ്റയും ആ ഫംഗ്ഷനും കൂടി ചേരുന്ന ഒരു സിംഗിൾ യൂണിറ്റാണ് ഈ ടീച്ചർ ഒബ്ജക്റ്റ്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ എന്താണ് ഒബ്ജക്റ്റ് എന്ന്. ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റയും ഉണ്ട്, അവയുടെ മേൽ പ്രവർത്തിക്കുന്ന ഫംഗ്ഷനുകളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ
കോൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഊപ്പ്. അപ്പോൾ നേരത്തെ നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈത്തിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. ആ ഡിസഡ്വാൻറ്റേജസ് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം എന്ന് പറയുന്ന ഒരു പുതിയൊരു സ്റ്റൈല് പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഊപ്പ് പ്രൊവൈഡ്സ് എ ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാംസ്. അതായത് സ്പഷ്ടമായ ഘടകങ്ങൾ അടങ്ങിയ ഒരു പ്രോഗ്രാം ഘടനയാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാം ഘടന എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കും. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ്. അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പുകൾ ഡിഫൈൻ ചെയ്യാൻ ഇവിടെ സാധിക്കും. അപ്പോൾ എന്താണ് അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ്? അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം കാണിക്കുകയും അതിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന തരത്തിൽ ഡേറ്റ ടൈപ്പുകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്കിവിടെ. അത്തരത്തിലുള്ള ഡേറ്റ ടൈപ്പുകളാണ് അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് എന്ന് പറയാറ്. നെക്സ്റ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം അതർ മൊഡ്യൂൾസ്. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഒക്കെ മറ്റുള്ളവയിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ മറ്റു ഘടകങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, കമ്പ്യൂട്ടർ കാണുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററും കീബോർഡ് മൗസും ഒക്കെ കാണാം. പക്ഷേ ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് ഡേറ്റ റീഡ് ചെയ്യുന്നതും എങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു, അതെങ്ങനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആ ഡേറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു തുടങ്ങിയ ഇൻറ്റേർണൽ കാര്യങ്ങളുണ്ടല്ലോ, ആ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചേക്കുകയാണ് അല്ലേ. ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വയ്ക്കാൻ ആര് നമ്മളെ സഹായിക്കുന്നു? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽ നമ്മളെ സഹായിക്കുന്നു. It is easy to maintain and modify the existing code as new object can be created without disturbing the existing one. അതായത് നിലവിലുള്ളവയ്ക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതെ തന്നെ പുതിയ ഡേറ്റ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. നിലവിലുള്ളവയെ ബാധിക്കാത്ത വിധത്തിൽ പുതിയ ഒബ്ജക്റ്റുകൾ നിർമ്മിക്കാവുന്നതിനാൽ നിലവിലുള്ള കോഡിനെ മാറ്റാനും പരിപാലിക്കാനും മറ്റും നമുക്ക് എളുപ്പമാണ്. അതായത് ക്രിയേറ്റിംഗ് ന്യൂ ഒബ്ജക്റ്റ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദി എക്സിസ്റ്റിംഗ് വൺ. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് റിയൽ ലൈഫ് സെനാരിയോസ്. അതായത് യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളെ പ്രയോഗത്തിൽ വരുത്തുവാൻ സഹായിക്കുന്നു. അപ്പോൾ റിയൽ വേൾഡിലുള്ള ഒരു എൻറ്റിറ്റി, കമ്പ്യൂട്ടർ, ടീച്ചർ, സ്റ്റുഡൻറ്റ്, ചെയർ, ഇതിനെയൊക്കെ അതുപോലെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈ കൺസെപ്റ്റ് നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് ക്യാൻ ഡിഫൈൻ ന്യൂ ഡേറ്റ ടൈപ്സ് ആസ് വെൽ ആസ് ന്യൂ ഓപ്പറേഷൻസ് ഫോർ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സിന് പുതിയ ഡേറ്റ ടൈപ്പുകളും പുതിയ പ്രവർത്തനങ്ങളും നിർവചിക്കാൻ സഹായിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ, ആ ഓപ്പറേറ്റേഴ്സിന് പുതിയ ഡേറ്റ ടൈപ്പുകൾ, അതായത് ഓൾറെഡി യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പുകൾ, സാധാരണ നമ്മൾ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പുകളാണ് ഓപ്പറേറ്റർ കൊടുക്കാറ്. അപ്പോൾ അത് കൂടാതെ പുതിയ ഡേറ്റ ടൈപ്പുകളും, അതായത് യൂസർ ഡിഫൈൻ ചെയ്ത പുതിയ ഡേറ്റ ടൈപ്പുകളും പുതിയ പ്രവർത്തനങ്ങളും ഒക്കെ നിർവചിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇതുവരെ പഠിച്ചത് പ്രോഗ്രാമിംഗ് പാരഡൈം, ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് പാരഡൈം. ആ ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന C++ൽ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ C++ൽ ഉപയോഗിക്കുന്ന രണ്ട് തരത്തിലുള്ള പ്രോഗ്രാമിംഗ് പാരഡൈം. അതിൽ ഒന്നെന്ന് പറയുന്ന പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം എന്താണെന്നും അവിടെ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് അത് ഓവർകം ചെയ്യാനായിട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം ഉപയോഗിക്കുന്നു എന്നും അതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.